ജനസംഖ്യാപരമായ വസ്തുതകൾ പരിഗണിക്കുമ്പോഴും അഭ്യസ്ത വിദ്യരായ യുവാക്കളുടെ എണ്ണത്തിന് ആനുപാതികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ജോലിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും തിരിച്ചറിയണം. തൊഴിൽ വിപണിയിലെ അസമത്വങ്ങൾ പരിഹരിക്കേണ്ടത് രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്തിന് അത്യന്താപേക്ഷിതമാണ്. ജനയുഗം ന്യൂ ഏജ് എഡിറ്റോറിയലിലൂടെ പട്ടിണിയാണ് രാജ്യത്തിന്റെ വർത്തമാനം. മുഖ്യ ഇരകളോ ബാലകരും. നിലനിൽപ്പിനായി അവർ സ്വയം ആശ്രയിക്കുകയും ബാല്യത്തിന്റെ ശേഷിയിൽ അതിജീവനത്തിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നു. ധീരമായ ജീവിത സാഹചര്യങ്ങൾക്ക് ആരാണ് ഉത്തരവാദി? നാഗരികതയ്ക്ക് പട്ടിണി അപമാനമാണ്. അസാധാരണമായ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ജീവിതം ദുരിതപൂർണമാക്കിയിരിക്കുന്നു. തൊഴിലില്ലാത്ത യുവാക്കൾക്കിടയിൽ വർദ്ധിക്കുന്ന ആത്മഹത്യകളുടെ നിരക്ക് പേടിപ്പെടുത്തുന്നതാണ്. തൊഴിലില്ലായ്മ നിരക്ക് ആകാശത്തിന്റെ മേൽക്കൂരയെ സ്പർശിക്കുന്നു. പണപ്പെരുപ്പം ഓരോ ചവിട്ടുപടിയിലും പ്രകടം. മഹാമാന്ദ്യത്തിന്റെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ തൊഴിലില്ലായ്മ കടുത്ത യാഥാർത്ഥ്യമായി മുഖാമുഖം നിൽക്കുകയാണ്. വിചിത്രമെന്ന് വിവരിക്കേണ്ടി വരുന്ന പലതും സംഭവിക്കുന്നു. 2023-2024 ആദ്യ 3 മാസങ്ങളിൽ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ ശക്തമായ 8.4% GDP വളർച്ച വിലയിരുത്തി. കടുത്ത ശുഭാപ്തി വിശ്വാസങ്ങളെ പോലും അമ്പരിപ്പിക്കുന്നതായിരുന്നു ഈ അവലോകനം. തുടർന്ന് ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർന്നു. ലോക്നീതി CSDS യുവാക്കൾക്കിടയിൽ നടത്തിയ സർവേയിൽ ചില യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെട്ടു. സർവേയിൽ പങ്കാളികളായ ഏതാണ്ട് 80% യുവജനതയും രാജ്യത്ത് തൊഴിലിനുള്ള സാധ്യത അസാധ്യമോ നേരിയതോ ബുദ്ധിമുട്ടേറിയതോ ആണ് എന്നായിരുന്നു രേഖപ്പെടുത്തിയത്. വളർച്ചയുടെ കണക്കുകൾ പ്രഖ്യാപിക്കുമ്പോൾ അതിന് തൊഴിൽ വളർച്ചയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വ്യക്തം. രാജ്യത്ത് യുവതയുടെ സംഖ്യ 63%. തങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാന ഘട്ടത്തിലുള്ളവരും ശേഷിയുടെ ഏറ്റവും മികച്ചത് നൽകാൻ കഴിവുള്ളവരുമാണ് ഇവർ. ഈ വിഭാഗങ്ങൾ ഉൽപാദന പ്രക്രിയയിൽ ഉൾപ്പെടേണ്ടത് സാമ്പത്തിക വളർച്ചയ്ക്ക് നിർണായകവുമാണ്. തൊഴിലില്ലായ്മ വളരുമ്പോൾ സാമ്പത്തിക വളർച്ച അസാധ്യമാണ്. യുവത്വം തൊഴിലന്വേഷകരാകുന്നതിന് പകരം തൊഴിൽ സൃഷ്ടാക്കളാകാൻ സ്വപ്നം കാണണമെന്ന് വിശ്വസിപ്പിക്കുകയാണ് ഭരണകൂടം. നിലവിലുള്ള സാഹചര്യത്തിൽ പൊതുസമൂഹത്തിന് ഇത് തിരഞ്ഞെടുക്കാൻ ആവശ്യമായ മാർഗങ്ങളില്ല. തൊഴിൽ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ആരാണ് വഹിക്കുക എന്ന ചോദ്യം ഉയർന്നു വരുന്നു. സർക്കാരോ അതോ സംരംഭകരോ? സാമ്പത്തിക വളർച്ചയുടെ സ്വഭാവവും വിഭവങ്ങളും നിർണയിക്കുന്നതിൽ രണ്ടു കൂട്ടർക്കും അതിൻ്റെതായ അവസരങ്ങളും സൗകര്യങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ഭയാനകമായ വർത്തമാന സാഹചര്യത്തിന് ഉത്തരവാദി കേന്ദ്ര ഭരണകൂടമെന്ന ഭൂരിപക്ഷ ജനത കരുതുന്നത്. വർത്തമാന ദുരവസ്ഥയ്ക്ക് ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്ന് ഓരോ 6-ൽ ഒരാളെങ്കിലും കരുതുന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടു. തൊഴിലവസരങ്ങളൊന്നും ഭരണകൂട ഇടപെടലിലൂടെ വന്നിട്ടുമില്ല. വോട്ടിംഗ് മുൻഗണനകളെ കരുതുമ്പോൾ തൊഴിലില്ലായ്മ ഒന്നാമതാണ്. പണപ്പെരുപ്പമോ ഇതര പരിഗണനകളോ പിന്നാക്കം തള്ളപ്പെടുന്നു. 2023 4-ാം പാദത്തിൽ ഇന്ത്യയുടെ നഗര തൊഴിലവസരങ്ങൾ 6.5% കുറഞ്ഞു. 2018 ജൂണിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. ILO റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ യുവാക്കൾ, പ്രത്യേകിച്ച് അവർ വിദ്യാസമ്പന്നരെങ്കിൽ, തൊഴിലില്ലാത്തവരാകാൻ സാധ്യതയുണ്ട്. ലോക്കൽ സർക്കിൾസ് സർവീസ് നടത്തിയ സർവേ അനുസരിച്ച് സമ്പദ് വ്യവസ്ഥയിൽ സംഭവിക്കാനിടയുള്ള പിന്നാക്കാവസ്ഥയിൽ പ്രകടമായ ഉൾക്കാഴ്ചകൾ നൽകിയിട്ടുണ്ട്. ബിരുദധാരികളായ യുവാക്കളിൽ തൊഴിലില്ലായ്മ 29.1% ILO റിപ്പോർട്ട് അടിവരയിടുന്നുണ്ട്. ഇത് നിരക്ഷരരായ വ്യക്തികളുടെ തൊഴിലില്ലായ്മ നിരക്കിന്റെ 3.4%-ത്തേക്കാൾ 9 മടങ്ങാണ്. കൂടാതെ സെക്കൻഡറി വിദ്യാഭ്യാസമുള്ള യുവാക്കളിൽ തൊഴിലില്ലായ്മ നിരക്ക് 6 ഇരട്ടി ഉയർന്ന് 18.4%. ILO ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഉന്നത വിദ്യാഭ്യാസമുള്ള യുവാക്കളുടെ വിദ്യാഭ്യാസം ഇല്ലാത്തവരെക്കാൾ കൂടുതൽ തൊഴിൽ രഹിതരാകാൻ സാധ്യതയുള്ളവർ. പുതിയ ഔദ്യോഗിക കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ തൊഴിൽ വിപണിയിലെ സമീപകാല പ്രവണതകൾ പരിശോധിക്കുമ്പോൾ COVID-19 മഹാമാരിയുടെ ഫലമെന്ന പോലെ ചില മേഖലകളിൽ പുരോഗതി പറയുന്നു. ഗ്രാമീണ മേഖലയിലെ കാർഷിക തൊഴിൽ വർധന കാരണം സ്ത്രീ തൊഴിലാളികളിലെ തൊഴിലില്ലായ്മ നിരക്കിൽ 2019 ശേഷം നേരിയ പുരോഗതി ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തുടനീളം പ്രയോഗിച്ച പുതിയ തൊഴിൽ സാഹചര്യ സൂചിക പോയ ദശകത്തിൽ മികച്ച പ്രവണത വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ നയചട്ടക്കൂട് ഇപ്പോൾ അതിനെ പ്രതികൂലമായി ബാധിച്ചു. ജനസംഖ്യാപരമായ വസ്തുതകൾ പരിഗണിക്കുമ്പോഴും
അഭ്യസ്തവിദ്യരായ യുവാക്കളുടെ എണ്ണത്തിന് ആനുപാതികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ജോലിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും തിരിച്ചറിയണം. തൊഴിൽ വിപണിയിലെ അസമത്വങ്ങൾ പരിഹരിക്കേണ്ടത് രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്തിന് അത്യന്താപേക്ഷിതമാണ്. നൈപുണ്യങ്ങൾ ശക്തിപ്പെടുത്തുകയും സജീവമായ തൊഴിൽ വിപണി നയങ്ങൾ രൂപപ്പെടുത്തുകയും വേണം. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, വർക്കർ പോപ്പുലേഷൻ റേഷ്യോ, തൊഴിലില്ലായ്മ നിരക്ക് എന്നിവ 2018 വരെ ദീർഘകാല തകർച്ച കാണിച്ചുവെങ്കിലും പിന്നീട് പുരോഗതി ഉണ്ടായതായി പഠനം പറയുന്നു. ആനുകാലിക ദുരിതത്തോടെയാണ് പുരോഗതി ഉണ്ടായതെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കർഷക തൊഴിലാളികളുടെ കുടിയേറ്റം ഈ മാറ്റത്തെ ബാധിച്ച ഒരു ഘടകമാണ്. നഗരവൽക്കരണത്തിന്റെ വേഗതയ്ക്കൊപ്പം മെച്ചപ്പെട്ട വേതനം, തൊഴിലവസരങ്ങൾ, വ്യവസായങ്ങൾ, സേവനങ്ങൾ എന്നിവയ്ക്കുള്ള മോഹമായിരുന്നു മാറ്റത്തിന് കാരണം. ഇന്ത്യയെ പോലെ ഒരു കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ മെച്ചപ്പെട്ട അവസരങ്ങൾക്കായുള്ള ആളുകളുടെ നീക്കം അനിവാര്യമാണ്. ഭക്ഷ്യധാന്യ ഉൽപാദനം ഉയർന്ന തോതിലെന്ന് ആവർത്തിക്കുന്നുണ്ട് ഭരണകൂടം. ഇങ്ങനെയാണെങ്കിൽ പിന്നെന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടാത്തത്? കാർഷിക മേഖല പോലും ഭീഷണി നേരിടുകയാണ്. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ അനുസരിച്ച് ഭൂമി സംസ്ഥാന സർക്കാരിന്റെ പരിധിയിലാണ്. വിള വികസന പരിപാടികളിൽ സംസ്ഥാനങ്ങളെ കേന്ദ്രം സഹായിക്കണം. എന്നാൽ കേന്ദ്രം സ്വന്തം താല്പര്യങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കുന്ന നിരക്കിലാണ്. അവരുടെ കയ്യിലുള്ള ഭൂമി മൂലധനമായി മാറിക്കൊണ്ടിരിക്കുന്നു. ജനയുഗ ന്യൂസ് എഡിറ്റോറിയലുമായി വീണ്ടും കാണുവരെ നമസ്കാരം.